നമസ്കാരം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹംഗറിയൻ ഭൂമിയിൽ പ്രവേശിച്ചാൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുമെന്ന് ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട പീറ്റർ മഹിയർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അധികാരമാറ്റം എങ്ങനെ ആഗോള നയതന്ത്ര ചർച്ചയായി മാറുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം. ഇത് വെറുമൊരു പ്രസ്താവന മാത്രമല്ല, യൂറോപ്പിലെ രാഷ്ട്രീയ പുനർക്രമീകരണവും അന്താരാഷ്ട്ര ക്രിമിനൽ നീതിയുടെ ഭാവിയും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു നിർണായക നിമിഷം. ഈ പ്രസ്താവനയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഹംഗറിയുടെ സമീപകാല രാഷ്ട്രീയ പശ്ചാത്തലം അറിയേണ്ടതുണ്ട്. മുൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ വർഷങ്ങളായി യൂറോപ്യൻ യൂണിയന്റെ മുഖ്യധാര നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായ ദേശീയവാദ രാഷ്ട്രീയമാണ് പിന്തുടരുന്നത്. അദ്ദേഹം പലപ്പോഴും ബ്രസൽസിനെയും യൂറോപ്യൻ സ്ഥാപനങ്ങളെ വിമർശിക്കുകയും റഷ്യയോടും ഇസ്രായേലിനോടും കൂടുതൽ അടുപ്പം പുലർത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രാഷ്ട്രീയമായി പക്ഷപാതപരമായ സ്ഥാപനം ആണ് എന്ന് ആരോപിച്ച് ഹംഗറി അതിൽ നിന്നും പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ പുതിയ നേതൃത്വത്തിന്റെ വരവോടെ അതേ നയത്തിൽ പൂർണ്ണമായ തിരിച്ചുമാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. പീറ്റർ മഗ്യാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഹംഗറി ICCയിൽ നിന്നും പിന്മാറുന്ന നടപടിക്രമം നിർത്തിവെക്കുമെന്നും അംഗത്വം തുടരും എന്നാണ്. ഇതോടെ ഒരു അടിസ്ഥാന നിയമസത്യം വീണ്ടും പ്രസക്തമായി. റോം സ്റ്റാറ്റ്യൂട്ടിൽ അംഗമായ രാജ്യങ്ങൾ ICC പുറപ്പെടുവിക്കുന്ന അറസ്റ്റ് വാറന്റുകൾ നടപ്പാക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹുവിനെതിരെ നിലവിലുള്ള ICC അറസ്റ്റ് വാറന്റ് പ്രാബല്യത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഹംഗറിയിലെത്തിയാൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് മഗ്യാർ തുറന്നു പറഞ്ഞത്. ഇതൊരു രാഷ്ട്രീയ അഭിപ്രായമല്ല, അന്താരാഷ്ട്ര നിയമബാധ്യതയുടെ വ്യാഖ്യാനം കൂടിയാണ്. ഈ വിവാദത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് 2024 നവംബറിൽ ICC പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റാണ്. യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചാണ് നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ ഗാലന്റിനുമെതിരെ കോടതി നടപടി സ്വീകരിച്ചിരുന്നു. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് കേസിന്റെ അടിസ്ഥാനം. ഈ വാറന്റ് ലോകരാഷ്ട്രീയത്തെ രണ്ടായി വിഭജിച്ചിരുന്നു. ചില രാജ്യങ്ങൾ കോടതിയുടെ സ്വാതന്ത്ര്യത്തെ പിന്തുണച്ചപ്പോൾ മറ്റു ചിലരാകട്ടെ ഇത് രാഷ്ട്രീയ പ്രേരിത നീക്കമാണ് എന്ന വിമർശനം ഉന്നയിച്ചു. ഹംഗറിയുടെ പുതിയ നിലപാട് യൂറോപ്പിനകത്തുള്ള വിഭജനവും തുറന്നു കാട്ടുകയാണ്. ICC അംഗരാജ്യങ്ങൾ എല്ലാവരും ഒരേ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. ചില രാജ്യങ്ങൾ കോടതി ഉത്തരവുകൾ നിർബന്ധമായി നടപ്പാക്കണമെന്ന് പറയുമ്പോൾ അതായത് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ നയതന്ത്ര പ്രതിരോധ ശേഷി, ദ്വിപക്ഷ നിബന്ധങ്ങൾ, പ്രത്യേക സാഹചര്യങ്ങൾ തുടങ്ങിയ വാദങ്ങൾ ഉയർത്തി വ്യത്യസ്ത സമീപനമാണ് കൈക്കൊള്ളുന്നത്. പ്രത്യേകിച്ച് റോം സ്റ്റാറ്റ്യൂട്ടിന്റെ ആർട്ടിക്കിൾ 98 ചൂണ്ടിക്കാട്ടി ചില സാഹചര്യങ്ങളിൽ മറ്റൊരു രാജ്യത്തിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് നിലവിലുള്ള അന്താരാഷ്ട്ര ബാധ്യതകളുമായി സംഘർഷമാക്കുമെന്നാണ് ചില രാജ്യങ്ങളുടെ നിലപാട്. ഇതോടെ ICCയുടെ അധികാര പരിധിയും പ്രായോഗികവും നടപ്പിലാക്കുന്നത് വീണ്ടും ചർച്ചയാവുകയാണ്. പീറ്റർ മഗ്യാറിന്റെ പ്രസ്താവന രാഷ്ട്രീയപരമായി നിർണായകമാണ്. വർഷങ്ങളായി ഹംഗറിയെ നയിച്ച ഓർബൻ ഭരണത്തിന് ശേഷം പുതിയ നേതൃത്വത്തിന്റെ ആദ്യത്തെ വലിയ വിദേശ സന്ദേശങ്ങളിലൊന്നും കൂടിയാണിത്. യൂറോപ്യൻ നിയമവ്യവസ്ഥയോടും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോടും കൂടുതൽ അടുപ്പം പുലർത്താൻ പുതിയ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതായത് ഇത് നെതന്യാഹുവിനെ കുറിച്ചുള്ള പ്രതികരണം മാത്രമല്ല, അത് ഹംഗറിയുടെ പുതിയ ദിശയെക്കുറിച്ചുള്ള പ്രഖ്യാപനം കൂടിയാണ്. ഇതിനൊപ്പം മറ്റൊരു രാഷ്ട്രീയ വിരോധാഭാസവും നിലനിൽക്കുന്നുണ്ട്. മഗ്യാർ നേരത്തെ നെതന്യാഹുവിനെ ഹംഗറി സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു. 1956 ഹംഗേറിയൻ പ്രക്ഷോഭത്തിന്റെ 70ാം വാർഷിക ആഘോഷമായ 2026 ഒക്ടോബറിലെ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു ക്ഷണം. എന്നാൽ ഇപ്പോഴത്തെ അറസ്റ്റ് പരാമർശത്തിന് ശേഷം ആ സന്ദർശനത്തിന്റെ ഭാവി തന്നെ സംശയത്തിലാണ്. ഒരു ക്ഷണം എങ്ങനെ നിയമപ്രതിസന്ധിയാകും എന്നതിന്റെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണം കൂടിയാണിത്. ഇസ്രയേലിന്റെ കാഴ്ചപ്പാടിൽ ഈ നീക്കങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. നെതന്യാഹുവിനെതിരെ പുറപ്പെടുവിച്ച ICC വാറന്റിനെ ഇസ്രയേൽ അംഗീകരിക്കുന്നില്ല. അവരുടെ വാദം രാജ്യത്തിന്റെ സ്വയം രക്ഷാ നടപടികളെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കോടതി എന്നാണ്. കൂടാതെ സുരക്ഷാ ഭീഷണികൾ നേരിടുന്ന സാഹചര്യത്തിൽ സൈനിക തീരുമാനങ്ങളെ യുദ്ധക്കുറ്റമായി ചിത്രീകരിക്കുന്നത് തെറ്റാണെന്നും അവർ വ്യക്തമാക്കുന്നു. അതിനാൽ യൂറോപ്പിൽ നിന്നും വരുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട നയതന്ത്ര ബന്ധങ്ങളിലൂടെ പ്രതികൂലത സൃഷ്ടിക്കാമെന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഈ സംഭവം ഒരു വലിയ ചോദ്യം ഉയർത്തുമോ അതോ നിയമരാഷ്ട്രീയവും ഏതാണ് അവസാനമായി മേൽക്കൈ നേടുക? ICC പോലുള്ള സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര നീതി ഉറപ്പാക്കാൻ രൂപം കൊണ്ടവയാണ്. എന്നാൽ ശക്തമായ രാഷ്ട്രങ്ങൾ, സഖ്യബന്ധങ്ങൾ, സുരക്ഷാ കണക്കുകൂട്ടലുകൾ, പ്രാദേശിക രാഷ്ട്രീയങ്ങൾ എന്നിവ ഇടപെടുമ്പോൾ കോടതി ഉത്തരവുകളുടെ നടപ്പാക്കൽ പലപ്പോഴും സങ്കീർണമാവുകയാണ്. എന്തായാലും ഹംഗറിയിലെ പുതിയ ഈ സംഭവവികാസം ഈ വൈരുദ്ധ്യം വീണ്ടും തുറന്നു കാട്ടുകയാണ്.